നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം ഏറ്റുമാനൂരിൽ വീട്ടമ്മയും പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവം ആ ഒരു നടുക്കത്തിൽ നിന്നും ഇതുവരെയും നാട് മുക്തമായിട്ടില്ല. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അറസ്റ്റിലായിരിക്കുകയാണ്. തൊടുപുഴ സ്വദേശി നോബിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഏറ്റുമാനൂർ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. യുവതിയുടെ ഭർത്താവിന്റെ മൊഴി വിശദമായി പോലീസ് പരിശോധിക്കും. ഷൈനി മരിക്കുന്നതിന് തലേദിവസം നോബി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നുവെന്നാണ് മൊഴി. നോബിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏറ്റുമാനൂർ 101 കവല വടകരയിൽ വീട്ടിൽ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ ചുങ്കംചേരിയിൽ വീട്ടിൽ നോബിയെ അറസ്റ്റ് ചെയ്തതോടെ കേസ് നിർണായകമായ വഴിത്തിരിവ് സംഭവിച്ചിരിക്കുകയാണ്. നോബിയുടെ പീഡനത്തെ തുടർന്നാണ് ഷൈനിയും പെൺമക്കളും ആത്മഹത്യ ചെയ്തതെന്ന പരാതിയിൽ പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. നോബിയുടെ ഫോൺ രേഖകൾ പോലീസ് ശേഖരിച്ചു. ഇതിൽ നിന്നും നിർണായക വിവരങ്ങൾ കിട്ടി. 9 മാസങ്ങൾക്ക് മുമ്പ് നോബി ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് 2 പെൺമക്കളുമായി ഭർത്താവിന്റെ വീട് വിട്ടിറങ്ങിയ ഷൈനി ഏറ്റുമാനൂരിലെ സ്വന്തം വീട്ടിലായിരുന്നു താമസം. എന്നാൽ അകന്നു കഴിയുമ്പോഴും ഭർത്താവിൽ നിന്നും ഫോണിലൂടെയും മറ്റും മാനസിക പീഡനം തുടർന്നു. ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഒരു ദിവസവും നോബി ഏറ്റുമാനൂരിൽ എത്തിയിരുന്നതായി വിവരമുണ്ട്. പെട്ടെന്നുള്ള ആത്മഹത്യക്ക് കാരണമെന്തെന്നറിയാനാണ് പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഷൈനിയുടെ മകളുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ നോബിയും മൂത്ത മകൻ എഡ്വിനും ഷൈനിയുടെ വീട്ടിലെത്തിയപ്പോൾ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ഷൈനിയുടെ പെൺമക്കളുടെയും സംസ്കാര ചടങ്ങുകൾ ചുങ്കത്ത് നോബിയുടെ ഇടവക പള്ളിയിലാണ് നടന്നത്. വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് സംസ്കാര ചടങ്ങുകളിൽ നോബി പങ്കെടുത്തിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് 3 മണിക്കൂർ ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ഷൈനി മരിച്ചതിന് തലേന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നതായി പ്രതി മൊഴി നൽകി. ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു മെസ്സേജിൽ ഉണ്ടായിരുന്നത്. പ്രകോപനപരമായ രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് പ്രതി കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. എന്ത് മെസ്സേജുകളാണ് അയച്ചതെന്ന് കണ്ടെത്താൻ പോലീസ് നോബിയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തു. നിലവിൽ വാട്സാപ്പ് ചാറ്റുകൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ഇത് റിക്കവറി ചെയ്യുന്നതിനുള്ള നടപടി തുടങ്ങി. ഷൈനിയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും. നിലവിൽ ഷൈനിയുടെ ഫോൺ പാർവലിക്കലിലെ വീട്ടിലുണ്ടെന്നാണ് വിവരം. 2 ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്കും അയക്കും. 9 മാസം മുമ്പാണ് ഷൈനി നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. തൊടുപുഴയിലെ വീട്ടിലായിരുന്ന സമയത്ത് നോബി അതിക്രൂരമായി ഷൈനിയെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇരുവരുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസും ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ നിലനിൽക്കുകയാണ്. നിലവിൽ കേസിൽ നോബി മാത്രമാണ് പ്രതി. കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാറോലിക്കൽ വെച്ചാണ് ഷൈനി, മക്കളായ അലീനയും ഇവാനയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ, സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില ദൃശ്യങ്ങൾ കൂടി കാണാം. പച്ചയാണ്. പച്ച. ഞങ്ങൾക്ക്